2023 ഓട്ടോ എക്സ്പോയിൽ ഹ്യുണ്ടായിയുടെ സ്റ്റാൾ വ്യത്യസ്തമാവാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവതരിപ്പിച്ച ചില മോഡലുകളും അത് അവതരിപ്പിക്കാൻ വന്ന ഗസ്റ്റും ആയിരുന്നു എന്ന് പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയോണിക് 5 എന്ന് പറയുന്ന ഈ ഒരു മോഡലിന്റെ പ്രൈസ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് നൺ അതർ ദാൻ ബോളിവുഡിന്റെ സ്വന്തം അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്വന്തം അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ പറയാവുന്ന ഷാറൂഖ് ഖാൻ ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഹ്യുണ്ടായിയുടെ പവലിയിൽ നിന്നും അയോണിക് 5 ഞാൻ എത്തിയിരിക്കുകയാണ്. ഹ്യുണ്ടായിയുടെ അയോണിക് 5 കുറിച്ച് പറയുന്ന സമയത്ത് അതിൻ്റെ പ്രൈസ് പറയാം. ഏകദേശം 45 ലക്ഷം രൂപയാണ് ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നുണ്ടായിരുന്നത്. അത് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് ഷാറൂഖ് ഖാൻ്റെ പ്രസൻസിലായിരുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. ഷാറൂഖ് ഖാൻ ആസ് യൂഷ്വൽ എല്ലാ ഓട്ടോ എക്സ്പോയിലും ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞ ഓട്ടോ എക്സ്പോയിൽ അവരുടെ പുതിയ ക്രെറ്റൻ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഷാറൂഖ് ഖാൻ ആയിരുന്നു എന്നുള്ളതാണ്. അതുപോലെ അയോണിക് 5 വരുന്ന സമയത്ത് ഇതിൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പല ഭാഗങ്ങളും നിർമ്മിച്ചിട്ടുള്ളത് വേസ്റ്റേജിൽ നിന്നാണ് എന്നുള്ളതാണ്. അതായത് റീയൂസബിൾ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ പല ഭാഗങ്ങളും നിർമ്മിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹ്യുണ്ടായിയുടെ ഗ്ലോബൽ ഡിസൈൻ ലാംഗ്വേജിലാണ് ഇത് വന്നിട്ടുള്ളത് എന്നുള്ളതും ഒരു വലിയ പ്രത്യേകതയാണ്. പക്ഷേ ഇത് കണ്ട സമയത്ത് എനിക്ക് ഭയങ്കര ക്ലാസിക് ഒരു അറ്റയർ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ ഒരു കട്ടിങ്സും കാര്യങ്ങളൊക്കെ ആ ഒരു ക്ലാസിക് ലെഗസിയെ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ തന്നെ ഹ്യുണ്ടായിയുടെ ഒരു വലിയ ലോഗോ ഇവിടെ കാണാം. ഫുള്ളായിട്ട് ഇങ്ങോട്ട് വരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന തരത്തിലുള്ള ബോണറ്റാണ് ഇതിനകത്ത് ക്രമീകരിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഹെഡ് ലാമ്പിനെ കുറിച്ച് പറയുന്ന സമയത്ത് നോക്കിയാൽ സ്ക്വയർ ആയിട്ടുള്ള ഹെഡ് ലാമ്പും അതുപോലെ തന്നെ DRL-ഉമാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഹ്യുണ്ടായിനെ വിശേഷിപ്പിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പാരാമെട്രിക് പിക്സൽ LED എന്നുള്ളതാണ്. അതേപോലെ തന്നെ പ്രീമിയം LED DRL-കളും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇത് ക്ലോസ്ഡ് ആണ്. ആസ് യൂഷ്വൽ ഇലക്ട്രിക്കിൻ്റെ ഒരു ഫ്രണ്ട് ഫേസ് ക്രിയേറ്റ് ചെയ്യാൻ അത് സഹായിച്ചു. അതുപോലെ ഇവിടെ ക്യാമറ യൂണിറ്റ് കാണാം. ഈ ബ്ലാക്ക് എലമെന്റ് താഴേക്ക് കയറി നിൽക്കുന്നു. ഈ സംഭവം ഒരു LED സ്ട്രിപ്പ് പോലെ വർക്ക് ചെയ്യുന്ന മോഡലുകളും ഉണ്ട് കേട്ടോ. അതായത് അവിടെ ഒരു LED സ്ട്രിപ്പ് പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അയോണിക് 5 എന്ന് പറയുന്ന ബാഡ്ജിങ് അതുപോലെ തന്നെ ഫോഗ് ലാബിൻ്റെ ഏരിയ ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഫോഗ് ലാബ് അല്ല ഒരു പിയാനോ ബ്ലാക്ക് എലമെന്റ് കൊടുത്തു. ഇവിടെ പാർക്കിംഗ് സെൻസറുകളും കാര്യങ്ങളും ഫുള്ളി ക്ലോസർ ആയിട്ടുള്ള ഫ്രണ്ട് ഫേഷ്യലാണ് ഈ വാഹനത്തിനകത്ത് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത ഇത് ശരിക്കും ഓപ്പൺ ആവും. അതായത് പെർഫോമൻസിനനുസരിച്ച് ആ ഒരു എയറോഡൈനാമിസം അല്ലെങ്കിൽ ആ ഡ്രാഗ് കോയിഫിഷ്യൻറ്റിന് വേണ്ടിയിട്ട് അത് ഓപ്പൺ ആവുകയും എയറിനകത്തേക്ക് സക്ക് ചെയ്തെടുത്ത് ഒഴിവാക്കി എയറോഡൈനാമിസം പെർഫെക്റ്റ് ആക്കുകയും ചെയ്യും എന്നുള്ളൊരു കാര്യം കൂടി ഫ്രണ്ടിൽ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് പറയാനുണ്ട്. ഇനി സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ ലോങ് വീൽ ബേസ് ആണെന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാം. ഹ്യുണ്ടായിയുടെ തന്നെ പാലിസൈഡ് എന്ന് പറയുന്ന മോഡലിനേക്കാളും 3 മില്ലിമീറ്റർ വീൽ ബേസ് കൂടുതലാണ് എന്ന് പറയാം. കാണുമ്പോൾ ചിലപ്പോൾ ഒരു പ്രത്യക്ഷത്തിൽ അങ്ങനെ തോന്നുന്നില്ല എന്നുണ്ടെങ്കിലും 20 ഇഞ്ച് അലോയ് വീൽ ഇവിടെ നമുക്ക് കാണാം. നല്ല രസമുള്ളൊരു പാറ്റേൺ അല്ലേ. ആ ഡ്രാഗ് കോയിഫിഷ്യൻറ്റ് കുറക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെ ആ ഒരു പാറ്റേൺ പക്ഷേ അതൊരു വ്യത്യസ്തമായുള്ള രൂപത്തിൽ സ്ട്രക്ചർ ചെയ്തെടുത്തു എന്നുള്ളതാണ്. അതിങ്ങനെ കറങ്ങുന്നതിന് അനുപാതമായിട്ട് തന്നെ ഈ ഫെൻഡറിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ അതിങ്ങനെ തിരിഞ്ഞ് വരുന്ന നല്ല രസമുള്ള ഒരു പാറ്റേൺ അവിടെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഇലക്ട്രിക്കലി ഫോൾഡ് ചെയ്യാവുന്ന ഇൻഡിക്കേറ്ററോട് കൂടിയിട്ടുള്ള ക്യാമറയോട് കൂടി വന്നിട്ടുള്ള സൈഡ് വ്യൂ മിററിന് അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ ഡോർ ഹാൻഡിൽസ് നോക്കിയാൽ ഇപ്പോൾ ഈ പോപ്പപ്പ് ആയിട്ട് വരുന്ന ഡോർ ഹാൻഡിലുകൾ പതുക്കെ ട്രെൻഡായി തുടങ്ങിയില്ലേ. പല വാഹനങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഡോർ ക്ലോസിങ് സൗണ്ട് നോക്കിയാൽ നൈസ് ഒരു ലക്ഷറി ടച്ച് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം നോക്കിയാൽ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ലൈന് കറക്റ്റ് അവിടെ നമുക്ക് തൊടാം. അതായിട്ട് ജസ്റ്റ് ഒരു ഡിസൈൻ മാത്രമല്ല ഒരു 3D ഫീലിങ്ങും നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മുടെ ചാർജിങ് പോർട്ട് വരുന്നത്. കണ്ടോ AC DC ഇലുമിനേഷൻ നോക്കിയാൽ ചാർജിൻ്റെ അടിസ്ഥാനത്തിൽ നൈസ്. നമ്മുടെ ചാർജിങ് സമയത്തെക്കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ 18 മിനിറ്റ് കൊണ്ട് ചാർജ് ചെയ്യാവുന്ന 340 കിലോവാട്ട് DC ചാർജറും അതുപോലെ തന്നെ 21 മിനിറ്റ് കൊണ്ട് ചാർജ് ചെയ്യാവുന്ന 150 കിലോവാട്ട് DC ചാർജറുണ്ട്. ഈ രണ്ട് ചാർജിങ് എന്ന് പറഞ്ഞാൽ 10 to 80% കഥ കേട്ടോ പറഞ്ഞ്. അതായത് 0 to 100 അല്ല 10 to 80% അങ്ങനെ ചാർജ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ക്രമീകരിച്ചുള്ളത്. ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ നമ്മളിപ്പം ഒക്കെ കണ്ടിട്ടുള്ള പോലെ തന്നെ പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള ടെയിൽ ലാമ്പ് യൂണിറ്റ് അതിപ്പം കോമ്പണൈസ് ആയി പ്രത്യേകം എടുത്ത് പറയേണ്ടാത്തൊരു ഫീച്ചറായി തുടങ്ങിയിട്ടുണ്ടല്ലേ. അതുപോലെ അയോണിക് 5 എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ്ങും നമുക്കിവിടെ കാണാം. ഇത് നല്ല രസമാണ് കേട്ടോ. റെഡിൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് കാണുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ റിഫ്ലക്ഷൻ യൂണിറ്റ് ഒക്കെ നോക്കിയാൽ നൈസ് നല്ല ഭംഗിയുണ്ട്. എക്സോസിൻ്റെ ആവശ്യമില്ല. ഇതൊരു ഇലക്ട്രിക് വാഹനമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ചോദ്യം ഉണ്ടായിരിക്കും ഈ സമയം കൊണ്ട് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിലോമീറ്റർ ഓടും എന്നുള്ളത്. അത് ഞാൻ പറയുന്നുണ്ട്. അതുപോലെ 1 ടച്ച് ഓപ്പൺ ചെയ്ത് 1 ടച്ച് ക്ലോസ് ചെയ്യാവുന്ന തരത്തിലുള്ള ബൂട്ട് സ്പേസ് ആണ് ഈ വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്ഥല സൗകര്യമുണ്ട്. ടെയിൽ ഗേറ്റിൻ്റെ കാര്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ് ഈ ഭാഗത്ത് കണ്ടോ മറ്റേ ബാറ്ററി പോലത്തെ മെറ്റീരിയൽസ് ഒക്കെ വരുന്നതുകൊണ്ട് ഇത് കുറച്ചിങ്ങനെ പൊങ്ങി വെക്കുന്നു. അവിടെ സ്റ്റോറേജ് സ്പേസ് എന്നിരുന്നാലും ആ ഒരു സ്ഥലത്തെ ബ്രില്യൻ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതിനവിടെ നമുക്ക് പിടിച്ച് ക്ലോസ് ചെയ്യാനുള്ളൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 ടച്ച് ആയിട്ട് ഇത് ക്ലോസ് ചെയ്യുകയും ചെയ്യാം. ഇതിനടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കിയാൽ ഇത് ഈ വണ്ടിയുടെ ബട്ടണല്ല. എനിക്ക് തോന്നുന്നു പാലിസൈഡിൻ്റെ ആയിരിക്കും അല്ലേ. ആ ഒരു ഡിസൈൻ തീമിലാണ് എനിക്ക് തോന്നിയത്. നൈസ്. ക്ലോസ് ചെയ്യാം. കൂൾ. ഇനി നമ്മൾ അകത്തേക്ക് പോകുന്ന സമയത്ത് ഈ ഡോർ ഹാൻഡിലിൻ്റെ കാര്യം ആ സൗണ്ടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡോർ തുറന്നു കഴിഞ്ഞാൽ വാവ് നൈസ് ഒരു
ബീജും വൈറ്റും എല്ലാം പോലത്തെ ഒരു കളർ അല്ലേ, ഒരു പ്രത്യേക കളർ എന്ന് പേര് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ തന്നെ ആംബിയൻ ലൈറ്റിങ്ങിൻ്റെ ഭാഗം കാണാം. അപ്പോൾ തന്നെ ഈ ആംബ്രസ്റ്റും ഇതും തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. നൈസ്. ഈ ഭാഗത്ത് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ റീയൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് ഉപയോഗിച്ചുള്ള, അതായത് കളയുന്ന വാട്ടർ ബോട്ടിൽ അങ്ങനത്തെ സാധനങ്ങളിൽ നിന്നൊക്കെ റീസൈക്കിൾ ചെയ്തെടുത്തുണ്ടാക്കിയതാണ് ഹിണ്ടായി അവകാശപ്പെടുന്നത്. പവർ വിൻഡോ കൺട്രോൾസ്, മിററിൻ്റെ ഫോൾഡിങ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയും. ഡോർ ഹാൻഡിൽസ് നമുക്ക് കാണാം. ഇതൊക്കെ ഉണ്ടാവും ഒരു ലെതർ മെറ്റീരിയലാണ് വന്നുള്ളത്. ഈ ഭാഗങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു പേപ്പർ പോലത്തെ സംഭവങ്ങളിൽ നിന്നാണ് ഉണ്ടാക്കിയത് എന്നാണ് ഹിണ്ടായി അവകാശപ്പെടുന്നത്. നൈസ്. അതുപോലെ തന്നെ ബാക്കിൽ നമ്മൾ ടൈൽ ലാമ്പ് കണ്ടില്ലേ, ആ ടൈൽ ലാമ്പിൻ്റെ ഡിസൈൻ ഇവിടെ നോക്കിയാൽ നൈസ്. ആ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഒരു റീയൂസബിൾ മെറ്റീരിയലിൽ നിന്ന് റീക്രിയേറ്റ് ചെയ്തെടുത്തതാണ് എന്നുള്ള ഒരു പ്രത്യേകത. അതുപോലെ തന്നെ L1 L2 മെമ്മറി ഫംഗ്ഷൻസിനെയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സീറ്റുകളിൽ മെമ്മറി സപ്പോർട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു ബോസ് പവേർഡ് മ്യൂസിക് സിസ്റ്റവും ഈ വാഹനത്തിനകത്ത് വരുന്നുണ്ട്. ഇന്റീരിയറിലേക്ക് വിശദമായിട്ട് വരുന്നതിന് മുമ്പ് ഞാനൊരു പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്താം. ഇൻവോൾവണിൻ്റെ ഫ്രഞ്ച് വുഡ് എന്ന് പറയുന്ന ഫ്രാഗ്രൻറ്റ്. ശരിക്കും നമ്മുടെ ഓട്ടോ എക്സ്പോയുടെ എല്ലാ വീഡിയോസും സ്പോൺസർ ചെയ്യുന്നത് ഇൻവോൾവണ്ണാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോകളിലൊക്കെ അവരെ പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നു. ഇതിനകത്ത് വുഡനാണ്, ഭയങ്കര നല്ല സ്മെല്ലാണ്, ഫ്ലഷിയാണ് എന്നതിനേക്കാളും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു പ്രൊമോഷൻ ചെയ്ത വീഡിയോക്കടിയിലൊക്കെ ഇത് ഉപയോഗിച്ച ആളുകളുടെ കമൻറ്റ് കാണാം. ഇൻവോൾവണ്ണ് കൊള്ളാം, ഇൻവോൾവണ്ണ് സൂപ്പറാണ്, ഞാൻ വാങ്ങി, നല്ല പ്രൊഡക്റ്റാണ് എന്ന കമൻറ്റ്. അതുകൊണ്ട് തന്നെ ഇതിനെ പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ കുറച്ചും കൂടി കോൺഫിഡൻ്റ് ആണ്. വാങ്ങിച്ച് ഉപയോഗിച്ച ആളുകളൊക്കെ ഇതിന് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. മാത്രമല്ല ഞാൻ പേഴ്സണലി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. എനിക്കും വളരെ നല്ല അഭിപ്രായമാണ് ഈ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ളത്. ഇതിൻ്റെ സ്മെല്ല് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ ഇതിനകത്ത് വുഡൻ ബ്രിക്കുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ലീക്ക് ആവുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ കപ്പ് ഹോൾഡറിനകത്ത് നമുക്ക് വെക്കാം. ഇവരെന്നെ ഒരു 3M സ്റ്റിക്കർ ചെയ്യുന്നുണ്ട്. അത് ഉപയോഗിച്ചൊക്കെ ഇത് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ അതുപോലെ തന്നെ ഫ്രഞ്ച് വുഡ് നല്ല രസകരമായിട്ടുള്ള ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫ്രാഗ്രൻ്റ് ആണ്. അത് എങ്ങനെ നിങ്ങൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഒന്ന് അനുഭവിച്ചറിയാൻ തന്നെ വേണം. ഒരു പ്രത്യേക തരം സ്മെല്ല്, കുറച്ചൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സ്മെല്ല് എന്ന് പറയില്ല, ആ തരത്തിലാണ് ക്രമീകരിച്ചത്. ഒരു 300 രൂപയാണ് വരിക. അത് നമുക്ക് ഏകദേശം ഒരു 4 മാസത്തോളം, അതായത് 3 to 4 മാസം നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റാണ്. ഡിസ്ക്രിപ്ഷനകത്ത് ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ചെക്ക് ചെയ്യാം. കപ്പ് ഹോൾഡർ തൽക്കാലം നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ IONIQ 5 ഇന്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിൾ, ഭയങ്കര മിനിമൽ, ഭയങ്കര എലഗൻ്റ് ആയിട്ടുള്ള ഒരു ഇന്റീരിയർ ആണ് ഇതിനകത്ത് നമ്മൾ കാണുന്നത് എന്ന് പറയാം അല്ലേ. ശരിക്കും നിങ്ങൾ നോക്കിയാൽ ഈ ഭാഗമൊക്കെ കാലിയാണ്. ഇവിടെ ഒന്നുമില്ല, നത്തിങ് ഫോൺ എന്നൊക്കെ പറഞ്ഞവർ അവിടെ ഒന്നുമില്ല. സ്ക്രീനൊക്കെ നോക്കിയാൽ പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള 2 സെപ്പറേറ്റ് സ്ക്രീന്. അതുപോലെ ഇവിടെ ഒരു മ്യൂസിക് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. നൈസ്. ഇതൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഒന്ന് സ്റ്റാൻഡ് ചെയ്ത് നിൽക്കുന്ന പോലത്തെയാണ് ക്രമീകരിച്ചത്. പിന്നെ അതുപോലെ തന്നെ ഈ കളർ പാറ്റേൺ ഒക്കെ നോക്കിയാൽ ഞങ്ങൾ അല്ലേ, ആ ഇൻറ്റീരിയറിനോട് മാച്ച് ആവുന്ന തരത്തിലുള്ളൊരു കളർ പാറ്റേൺ. മാപ്പ് എടുത്തു. അത്യാവശ്യം നല്ല ടച്ച് റെസ്പോൺസീവാണ്. ബ്ലൂ ലിങ്ക് ഉണ്ട്. 60ഓളം കണക്റ്റഡ് ഫീച്ചേഴ്സുകൾ വരുന്നുണ്ട്. മെമ്മറി സീറ്റ് നമുക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വെന്റിലേഷൻ ഉണ്ട്, അതായത് സീറ്റ് വെന്റിലേഷൻ ഈ വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, ലൈൻ കീപ്പ് അസിസ്റ്റും അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എത്ര % ചാർജ് കൊടുത്തിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. ഒരു D ഷേപ്പ്ഡ് സ്റ്റിയറിംഗ് വീലാണ്. അതുപോലെ തന്നെ ഈ ഹോണിൻ്റെ ഭാഗമൊക്കെ നോക്കിയാൽ കൂളാണല്ലേ, നൈസ്. അതുപോലെ തന്നെ ഇതൊക്കെ ഒരു ടച്ച് പാഡ് പോലത്തെ ഒരു ഭാഗങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുള്ളത്. ലെതറാണ് ഈ ഒരു ഭാഗം കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സാധനം ഇത് ശരിക്കും പ്ലാസ്റ്റിക് ആണെന്ന് ഞാൻ പറയില്ല. പകരം എന്താ വെച്ച് കഴിഞ്ഞാൽ പേപ്പറേറ്റ് പോലത്തെ സാധനങ്ങളുടെ വേസ്റ്റേജ് ഉണ്ടല്ലോ, അതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തെടുത്തൊരു സാധനമാണെന്നാണ്. അങ്ങനെയാണ് അതിന് ഹ്യുണ്ടായി അവകാശപ്പെടുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് അഡാസ് ഫീച്ചറുകളെ കുറിച്ച് പറയേണ്ടതുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ധാരാളം, അതായത് ഫോർവേഡ് കൊളിഷൻ വാർണിംഗ്, അതുപോലെ തന്നെ ലൈൻ കീപ്പ് അസിസ്റ്റ്, അതുപോലെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ചേർത്തുള്ള അഡാസ് ഫീച്ചറും ഈ വാഹനത്തിനകത്ത് വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് സെൻട്രൽ കൺസോളിലേക്ക് വരുന്ന സമയത്ത് വളരെ മിനിമൽ ആയിട്ടുള്ള സെൻട്രൽ കൺസോളാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. കാരണം ഇവിടെ നമുക്കൊരു 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട് കാണാം. അതുപോലെ തന്നെ ഒരു USB പോർട്ട് കാണാം. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇതിനകത്ത് വെക്കാം. ഇതൊരു സെപ്പറേറ്റ് യൂണിറ്റ് പോലെയാണ്. ഇവിടെ നമുക്കൊരു വാക്ക് ത്രൂ പോലത്തെ ഒരു ക്യാബിൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് കപ്പ് ഹോൾഡർ കാണാം. അതൊരു സെപ്പറേറ്റ് സ്റ്റാൻഡ് അലോൺ ആയിട്ട് നിൽക്കുന്ന പോലെ തോന്നുന്നു. അതുപോലെ ഇവിടെ നമുക്ക് 2 A ടൈപ്പ് ചാർജിങ് പോർട്ടുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ നോക്കിയാൽ വലിയ ഒരു സ്റ്റോറേജ് സ്പേസ്, അതായത് കാലിയായിട്ടുള്ള, ഇവിടെ നമുക്ക് എന്തും വെക്കാൻ പറ്റുന്ന തരത്തിൽ ക്രമീകരിച്ചു. അതുപോലെ സ്റ്റാൻഡ് അലോൺ സെപ്പറേറ്റ് നിൽക്കുന്ന ഒരു ആംബ്രസ്റ്റ്, അത് നമുക്ക് മുകളിലേക്ക് പൊക്കി വെക്കാം. നൈസ്. അതുപോലെ തന്നെ ഇവിടെയും നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട് സെപ്പറേറ്റ് ആയിട്ട്. കൊള്ളാമല്ലേ. അതുപോലെ ഇത് നോക്കിയാൽ കീ, പുതിയ ഹ്യുണ്ടായിയുടെ കീ, അടിപൊളി കീ, നല്ല രസമുണ്ട് ഇത് കാണാൻ. ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ്. നൈസ്. അതുപോലെ ഓട്ടോമാറ്റിക് ഡയറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന റിയർ വ്യൂ മിറർ, സൺറൂഫിൻ്റെ കൺട്രോൾ, ഒരു പാനറമിക് സൺറൂഫിൻ്റെ ഈ വാഹനത്തിനകത്ത്. അതുപോലെ തന്നെ പാനറമിക് സൺറൂഫ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ സാധാരണഗതിയിൽ സൺറൂഫ് എങ്ങനെ ഓപ്പൺ ആവുക, ഇവിടെ അങ്ങോട്ടല്ലേ, പക്ഷേ ഇത് ഓപ്പൺ ആവുന്ന രീതിയുണ്ട് കേട്ടോ. ഓപ്പൺ ആക്കുകയാണ്. ഓക്കെ,
രണ്ട് ഭാഗത്തേക്ക് സൂപ്പർ. അതുപോലെ സീറ്റിനെ കുറിച്ച് കൂടി പറയാം. ഭയങ്കര കംഫർട്ടായിട്ടുള്ള സീറ്റാട്ടോ നമുക്ക് കണ്ടോ. അത് ശരിക്കും എൻ്റെ ബോഡി സ്ട്രക്ചറിന് എനിക്ക് നല്ലൊരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് നല്ല രൂപത്തിൽ ഇരിക്കാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം കുഷ്യനാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ലെതറല്ല, ഫാബ്രിക് അപ്പോൾസിയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ വേസ്റ്റേജിൽ നിന്നാണ് ഈ ലെതറുകളൊക്കെ ഉണ്ടാക്കിയത് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്പർ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നൈസ്. ഇത് നമുക്ക് ബോസ് സീറ്റ് കൂടി കേട്ടോ. നമുക്ക് ബാക്കിൽ ഇരുന്നിട്ടും ഇതിനെ കൺട്രോൾ ചെയ്യണ്ട. ആ തരത്തിലാണ് ഇതിനെ ക്രമീകരിച്ചിട്ടുള്ളത്. അതുപോലെ എല്ലാ സീറ്റുകളും ഇങ്ങോട്ട് ഫോൾഡ് ചെയ്യാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനകത്തുനിന്ന് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ആ തരത്തിലും ഇതിനകത്തുള്ള ഒരു ക്രമീകരണമുണ്ട്. ഈ ഒരു ഭാഗത്ത് ഗ്യാപ്പ് എന്ന് പറഞ്ഞില്ല, അത് ശരിക്കും ഡോർ ഹാൻഡിലാട്ടോ, അത് കൂടി ഓർത്ത് വെക്കുക. പിന്നെ അതുപോലെ ഇവിടെ ആംബിയൻ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്, അത് നമ്മുടെ മ്യൂസിക് സിസ്റ്റത്തിന് ചുറ്റിലും ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളിരിക്കുന്നത് സെക്കൻഡ് റോയിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ വലിയ ലോങ് വീൽ ബേസ് എന്ന് പറയുന്ന സമയത്തുള്ള അഡ്വാൻറ്റേജ് ശരിക്കും ഇവിടെ നമുക്ക് ഫീൽ ചെയ്യാം. നന്നായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. അതായത് ടൈ സപ്പോർട്ട് ഉണ്ട്, അതുപോലെ തന്നെ ലെഗ് റൂം ആവശ്യത്തിലുണ്ട്, ഹെഡ് റൂം ആവശ്യത്തിൽ കൂടുതലുണ്ട്. നന്നായിട്ട് ആസ്വദിച്ചിരിക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു പില്ലോയും കൊടുത്തിട്ടുണ്ട്. അയോണിക് 5ൻ്റെ സ്പെഷ്യൽ പില്ലോ. ഇവിടെ ഒരു ആംബ്രസ്റ്റ് കാണാം, അതിനകത്ത് കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. റിയർ AC വെൻറ്റ് ഇവിടെ ഉണ്ട്, സാധനം കൊടുത്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത് മിസ്സായിരുന്നു. റിയർ AC വെൻറ്റ് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്, സെൻറ്ററിൽ കൊടുത്തിട്ടില്ല. പകരം ഇവിടെ സി ടൈപ്പ് ചാർജിങ് പോർട്ടും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ സീറ്റ് ബോസ് സീറ്റാണ്. ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ കേട്ടോ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഒക്കെ നമുക്ക് ആക്കാം. നൈസ് അല്ല സംഭവം? ഓ നൈസ്. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, ഇവിടെ 2 ബട്ടണുകളുണ്ട്. അതായത് ഒന്ന് ഇതിൻ്റെ കൺട്രോൾ, അതായത് ഈ സീറ്റിൻ്റെ അപ്പോൾ മുന്നിലേക്ക് ആക്കാൻ. അതേപോലെ തന്നെ ഇവിടെ ഒരു ബട്ടൺ കണ്ടോ. അപ്പോൾ ഇങ്ങോട്ട് നോക്കി കേട്ടോ, ഞാൻ ഇതിനെ നോക്കിക്കാം, നോക്കിയാൽ മൂവാന്ന് നോക്കിയാൽ അടിപൊളി. അതാദ്യമായിട്ടുള്ളൊരു സാധനമാട്ടോ, അത് വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. സൂപ്പർ, കൊള്ളാം. അപ്പോൾ ബാക്കിലത്തെ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. സ്ഥല സൗകര്യം, ടെക്നോളജി ഫുൾ മാർക്ക്. ഇനി നമുക്ക് പറയാനുള്ളത് ഹൃദയത്തെക്കുറിച്ചാണ്. ആസ് യൂഷ്വൽ നമുക്കൊക്കെ അറിയുന്നത് പോലെ തന്നെ ഇതിനെ പവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബാറ്ററിയാണ്, അതുപോലെ തന്നെ ഒരു മോട്ടോർ സിസ്റ്റമാണ്. ഇത് രണ്ടും കൂടി ചേർന്നാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 350 Nm ടോർക്കും 217 PS പവറുമാണ് ഈ ബാറ്ററി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാം. ഒറ്റ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 631 കിലോമീറ്റർ നമുക്ക് യാത്ര ചെയ്യാനും പറ്റും എന്നതാണ്. അതായത് 30 മിനിറ്റ് ഏകദേശം എടുക്കുന്നുണ്ടാവും ഏറെക്കുറെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് 631 കിലോമീറ്റർ ഈ വാഹനവുമായിട്ട് യാത്ര ചെയ്യാം എന്നതാണ്. അപ്പോൾ ഇതാണ് അയോണിക് 5. അഡാസ് ഫീച്ചറുകളുണ്ട്, AV ആണ്, 44 ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത്. 631 കിലോമീറ്ററാണ് യാത്ര ചെയ്യുന്നത്. 217 PS പവറാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. 163 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണുള്ളത്. സ്പേഷ്യസ് ആയിട്ടുള്ള ഇൻറ്റീരിയർ ആണ്, ലക്ഷ്യൂറിയസ് ആണ്. അതിനേക്കാളും ഉപരി റീയൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലുകളിൽ ധാരാളം കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊക്കെയുള്ളതാണ് ഹ്യുണ്ടായുടെ അയോണിക് 5 എന്ന് പറയുന്ന മോഡലിൻ്റെ പ്രത്യേകതകൾ. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നത് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റു ഓട്ടോ എക്സ്പോ വിശേഷങ്ങൾ മറ്റൊരു വീഡിയോയിൽ കാണാം.